മനു, നമുക്ക് ഏതായാലും നമ്മുടെ ടീമിനെ പരിചയപ്പെടണ്ടേ? അതെ അതെ അതെ, പരിചയപ്പെടുകയല്ല, നമ്മുടെ കൂടെയുള്ള ആളുകളെയൊക്കെ അതെ, നമുക്ക് എല്ലാവരും വിളിക്കാം. ഇതാ ഫുൾ സെറ്റാണ് നമ്മുടെ ടീമിന്റെ ഫുൾ നമ്മൾ ഇതാ. അതെ അതെ, ഫുൾ സെറ്റ് ഓൺ പവർ. സന്തോഷം ഇപ്പോഴാണ് കാണുന്നത്. അതെ അതെ, കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. രാവിലെ ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ പത്മലോചനന്റെ റിപ്പോർട്ടിനെ കുറിച്ച് രാവിലെ നമ്മളിത് ഗുഡ് മോർണിംഗ് കേരളത്തിൽ കൊടുത്തു. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലത്തിന്റെ അമരക്കാരൻ രാജ്കുമാർ അണ്ണൻ. അപ്പോൾ ഏതായാലും ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചതുപോലെ ചോദിക്കേണ്ട രാജ്കുമാറിനോടല്ലേ, എങ്ങനെയുണ്ട് സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ, ഏതൊക്കെ തരത്തിലാണ് എന്നൊക്കെ പറയുന്ന പതിവ് ചോദ്യമാണ്. പക്ഷേ എല്ലാവരിലേക്കും, പ്രേക്ഷകരിലേക്ക്, കൊല്ലത്തേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാജ്കുമാർ, ഈ ചെമ്പട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അപ്പോൾ ആ ചെമ്പട്ടെന്ന് പറയുന്നതിലപ്പുറം അങ്ങ് ആഴത്തിലേക്ക് തൊഴിലാളി വർഗത്തിൻ്റെ മുഴുവനും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം ഇപ്പോൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. പ്രതിനിധി സമ്മേളനം ചർച്ചകൾ മുഴുവനും ഓരോ മനുഷ്യൻ്റെ ജീവിതം, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകണം, അവരെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ആളോഹരി വരുമാനം ഓരോ തൊഴിലാളിയുടെ എങ്ങനെ വർദ്ധിപ്പിക്കാം, സമസ്ത മേഖലയുടെ വികസനങ്ങൾ എല്ലാം ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഒരു കൊല്ലം ഇളകി മറിഞ്ഞോ? കൊല്ലം ജില്ലയുടെ എല്ലാ മൂലയിലും ഈ സമ്മേളനം എത്തിക്കഴിഞ്ഞോ? 100%. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്പോർട്സ് ആണ്. അത് ബ്രാഞ്ച് തലങ്ങളിൽ വരെ മത്സരങ്ങൾ, വിവിധ മത്സരങ്ങൾ, നാടൻ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. ശ്രീലങ്ക ടീം വന്നിരുന്നു, അന്താരാഷ്ട്ര മത്സരങ്ങൾ. ശ്രീലങ്കൻ കബഡി ടീം പോലീസിന്റെയും കുട്ടനെ ആകർഷിച്ചത് സംഘാടകര് ഈ സമ്മേളനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ വൈവിധ്യപൂർണമായ പരിപാടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പതുക്കെ മറ്റേ റാംജി റാവിൽ മുകേഷ് കബഡി എന്തായിരുന്നു കബഡി പ്രത്യേകത? ശ്രീലങ്കൻ ടീമല്ലേ ഇവിടെ വന്നത്. കബഡി കണ്ണൂരിന്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം കൂടിയാണല്ലോ. അല്ല, അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പൊ ചുവപ്പാണ്. പ്രത്യേകിച്ച് ശ്രീലങ്ക ഭരിക്കുന്നത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണ്. സ്വാഭാവികമായിട്ട് വലം വെച്ച് കഴിഞ്ഞു. ചൈനയും നേപ്പാളും ഈ ശ്രീലങ്കയൊക്കെ നമ്മൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും റൗണ്ട് ചെയ്തിരിക്കും. അവരെല്ലാം കൊല്ലത്തെത്തി. അത്രേ ഉള്ളൂ. ഇതാ കാണേണ്ട കാഴ്ചയാണ്. അയ്യപ്പൻ ഇതൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം അയ്യപ്പന്റെ കയ്യിലാണ്. ഷീജ, എന്തൊക്കെയുണ്ട്? തിരുവനന്തപുരത്തെ തിരക്കൊക്കെ മാറ്റിവെച്ച് അങ്ങനെ കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഷീജ അടക്കമുള്ള നമ്മുടെ വാർത്താ സംഘമാണ് കൊല്ലം സമ്മേളനത്തെ ശരിയായ വിധത്തിൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാമ്പും കാതലും പ്രേക്ഷകരിലെത്തിക്കുക. കാരണം എല്ലാ മാധ്യമങ്ങളിലും പോകുന്ന വാർത്തകളുടെയും അല്ലെങ്കിൽ ആ സെൻസേഷൻസത്തിൻ്റെ ഒരു തോത് എല്ലാവർക്കും അറിയാം. ആർക്കൊക്കെ പ്രായപരിധിയിൽ ഇളവാർക്കൊക്കെ, ഒഴിവാർക്കൊക്കെ, ഇതൊക്കെ വളരെ ഗൗരവമായ പ്രശ്നങ്ങളെ, പ്രമേയങ്ങളെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയ വിശദീകരണ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതിൽ നിന്നൊക്കെ എത്രമാത്രം വാർത്ത വരും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയം സ്വാഭാവികമായി ഉണ്ടാകാം. പക്ഷേ അവിടെ നടക്കുന്ന ചർച്ചകളുടെ പൊടുപ്പും തൊങ്ങലും വെച്ച് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ പൊലിപ്പിക്കാൻ നോക്കുക. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ശരിയായ വാർത്തകൾ, അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കാനായി ഞങ്ങളുടെ സംഘം ഷീജ പറയും ബാക്കി. അതെ, കൃത്യമായ രീതിയിൽ അത് ശരത്തേട്ട സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം CPIMന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും ഭൂരിഭാഗം മാധ്യമങ്ങളിലും ഉയർന്നു വരുന്നത് ഇതിൽ നിന്ന് എന്ത് വിവാദമുണ്ടാക്കാം എന്നുള്ളൊരു വിഷയം തന്നെയാണ്. അത് നമുക്ക് സംശയമില്ല, അതാണ് എല്ലാ ദിവസവും ഉയർന്നിരുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറിയായി തുടരുമോ, അതോ ഇനി പുതിയ സെക്രട്ടറി വരുമോ, അല്ലെങ്കിൽ ഇനി പ്രായപരിധിയിൽ മുഖ്യമന്ത്രിക്ക് ഇളവുണ്ടോ, ഇളവില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ചർച്ചയാണ്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒന്നിൽ മാത്രമാണ്. CPIM സംസ്ഥാന സമ്മേളനം എന്താണ് മുന്നോട്ട് വെക്കുന്നത്, ഈ നവകേരളത്തിന് വേണ്ടി എന്താണ് ഈ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്ന പുതിയ ആശയങ്ങൾ, ഇക്കാര്യങ്ങളായിരിക്കും നമ്മൾ കൈരളി ന്യൂസ് പ്രധാനമായും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇവിടെ കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വന്തം നാട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി സന്തോഷം എനിക്ക് കൂടിയുണ്ട്. കാരണം തിരുവനന്തപുരത്ത് കൊല്ലത്തിന്റെ ഷീജയാണ് കേട്ടോ. നമ്മൾ കർമ്മം കൊണ്ട് പറയുന്നില്ലേ, ജന്മം കൊണ്ട് കർമ്മം കൊണ്ടെന്ന് പറയുന്നത്, ജന്മം കൊണ്ട് കൊല്ലത്തുകാരിയാണ്. അതാ പറ്റിപ്പോയത്. കാരണം ഞാൻ കൈരളിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് NPC സാറിനോട് ചോദിച്ചിരുന്നു കൊല്ലം തരുമെന്ന്. അപ്പൊ പറഞ്ഞ രാജ്കുമാർ അണ്ണൻ അവിടെ വിട്ട് കളിക്കില്ല, അതൊന്നും നിന്റെ സ്വപ്നത്തിലേ വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ രാജ്കുമാറെ പക വീട്ടാനുള്ളതാണ് ഏതോ സിനിമയിൽ എഴുതി വെച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഉണ്ടായിരുന്നല്ലേ. ഏതായാലും കൊല്ലം സംസ്ഥാന സമ്മേളനം വന്നപ്പോൾ ഷീജ അത് വെളിപ്പെടുത്തി. കൊല്ലത്തേക്ക് വരാനുള്ള പല തവണത്തെയും പല കാലത്തെയും ആഗ്രഹത്തെ അത് വളരെ കൃത്യമായി തടഞ്ഞത്. അത് രാജ്കുമാറിനെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ്. കാരണം ജന്മനാട്ടിൽ ഒന്ന് നമുക്ക് സമ്മേളനം പോലുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ അത് മാറി. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൈരളി ടീം ഫുൾ സെറ്റാണ്. കൃത്യമായ രീതിയിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ വിവരങ്ങൾ
ഓരോ നിമിഷത്തിലും കൃത്യമായ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതുപോലെ മറ്റൊരു കാര്യം, ഇന്നലെ ഇവിടെ ഈ പതാക ഉയർന്ന സമയത്ത് നമ്മുടെ പൊതുസമ്മേളന വേദിയിൽ അപ്പോൾ റിപ്പോർട്ടിംഗ് സമയത്ത് വികാരപരമായി തന്നെ നമ്മുടെ കുട്ടൻ ഇത് ലൈവ് കൊടുക്കുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യം എന്ന് 2 വട്ടം അദ്ദേഹം പറഞ്ഞു. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുകയാണ്, ഇത് ഉള്ളിൽ ഓരോ മനുഷ്യന്റെ ഉള്ളിലും കോടിയേരി സഖാവിനെ അങ്ങോട്ട് മറക്കാൻ ഒക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടെന്നുള്ളൊരു ഫീലിങ്സ് കൊണ്ടാണ് അത് പറഞ്ഞത്, അല്ലേ? തീർച്ചയായും അത് കോടിയേരിയെ കുറിച്ചുള്ള ഓർമ്മകൾ എവിടേക്ക് പോയാലും പാർട്ടിക്കാർക്കിടയിൽ ഒരു വല്ലാത്ത വർത്തമാനം തന്നെ. കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളായാലും സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഉൾപ്പെടെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കോടിയേരിയുടെ നിറഞ്ഞ ചിരിയും സമ്മേളനത്തിന് മുമ്പൊക്കെ നമ്മളെ കാണുമ്പോഴൊക്കെ ഉള്ളൊരു ഇടപെടലുകളും അതൊക്കെ മറന്നിട്ട് നമുക്കൊരു റിപ്പോർട്ടിംഗ് പാർട്ടി സമ്മേളന സമയത്ത് ഒരിക്കലും സാധ്യമാവില്ല. ഇപ്പോൾ സീതാറാം യെച്ചൂരി, കോട്ടയത്തെ റസൽ സഖാവ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സജീവമായി നിന്ന ആൾക്കാരൊക്കെ പോയൊരു വളരെ സജീവമായി പ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോഴാണ് ഇവരെല്ലാവരും. പിന്നെ ആനത്തലവട്ടം, എം ലോറൻസ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ജോസഫൈൻ, MC ജോസഫൈൻ സഖാവ്, അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവർ വിട പറഞ്ഞ ഒരു സമ്മേളന കാലം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സന്തോഷ് കൂടി ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഇന്നലെ എത്തിയല്ലേ സന്തോഷ്? സന്തോഷിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഈ നമ്മുടെ യെച്ചൂരി നഗറിൽ പറഞ്ഞ പോലെ അവിടെ നിന്നുള്ള തത്സമയ റിപ്പോർട്ടിൽ സന്തോഷിൻ്റെ റിപ്പോർട്ടുകൾ കേൾക്കാനുണ്ടായിരുന്നു. ശബ്ദം കൊണ്ട് കേൾക്കാൻ ആ ദൃശ്യങ്ങൾക്കൊപ്പം കൂടുതൽ സമയം പല സമയത്തും കേട്ടത് സന്തോഷിൻ്റെ ശബ്ദമാണ്. എങ്ങനെയുണ്ട് കൊല്ലം? തീർച്ചയായും കൊല്ലം സമ്മേളനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പാർട്ടി പരിപാടി പാർട്ടി കോൺഗ്രസ്. അപ്പൊ അതിനുശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപക്ഷെ ഈ സമ്മേളനം അന്ന് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോൾ കണ്ണൂരിലെ കൈരളിയുടെ മുഖ്യ സംഘാടകനായിരുന്നു. അതെ അതെ, അതിന്റെ ഇന്നത്തെ നമ്മുടെ രാജ്കുമാറിന്റെ റോളിലായിരുന്നു. അപ്പൊ കുട്ടൻ അപ്പൊ ഞാനും ഒന്ന് അല്ല, അതുകൊണ്ട് അതിന്റെ അതൊക്കെ മേലെയുള്ളൊരു സംഘാടകൻ. ഈ സംസ്ഥാന സമ്മേളനത്തിലെ ടീമിൽ ഉൾപ്പെടുവോ ഇല്ലയോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പ്രയാസം മാറിയത്. നമുക്ക് ഈ സമ്മേളനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏറ്റവും റിപ്പോർട്ടിങ്ങിലെ അല്ലെങ്കിൽ നമ്മുടെ ജേർണലിസ്റ്റ് കരിയറിലെ തന്നെ ഇത്തരം സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാണ്. എന്തായാലും ആദ്യ ദിവസം ഇന്നലെ ഇവിടെ എത്തി ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ കൊല്ലത്തെത്തിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലായി. ഒന്ന്, പാർട്ടിയെ വളരെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ പാർട്ടി കൂറുള്ള ആളുകളുടെ ഒരു ജില്ലയായി കണ്ണൂർ ഈ കൊല്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ കണ്ണൂർ ജില്ല രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഘടകമാണ്. പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഘടകമാണ്, ഏറ്റവും കൂടുതൽ അതോടൊപ്പം തന്നെ പാർട്ടി അംഗങ്ങളുള്ള സ്ഥലമാണ്. അതുപോലെ കൊല്ലത്തേക്ക് എത്തുമ്പോഴേക്കും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം ഈ തൊഴിലാളികൾക്കും കർഷകരും എല്ലാം തന്നെ പാർട്ടിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു സ്ഥലമാണ്. കണ്ണൂർ ജില്ലയാണെങ്കിൽ അവിടെ കർഷക പോരാട്ടങ്ങളിലൂടെയാണ് പാർട്ടി പ്രധാനമായും കെട്ടിപ്പടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ തൊഴിലാളി പോരാട്ടത്തിലൂടെയാണ്, കശുവണ്ടികളുടെ എല്ലാം തൊഴിലാളികളുടെ പോരാട്ടത്തിലൂടെ ആ ഒരു തൊഴിലാളികളുടെ സ്നേഹം. ഇന്നലെ ഏറ്റവും അവസാനം നമ്മുടെ ഈ പതാക ഉയർത്തൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകളെ നമ്മൾ ലൈവിൽ കൊണ്ടുവന്നു. നേതാക്കന്മാരെയല്ല, ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, അവരുടെ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ഒരു ആവേശത്തിൽ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥയാണ്. എല്ലാമാണ് പാർട്ടി. ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ അവർ വളരെ പ്രതീക്ഷയോടുകൂടി എങ്ങനെ നാളെ ഈ ഒരു കർഷകന്റെയും തൊഴിലാളികളുടെയും അടിസ്ഥാന വർഗത്തിന്റെയും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതിന് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയും പ്രതീക്ഷയുമാണ് അവരുടെ എല്ലാവരുടെയും അത് മുഖത്ത് പ്രതിഫലിച്ചത്. ഈ കാലത്തെ നമ്മളിപ്പോൾ സന്തോഷ് പറഞ്ഞത് നമ്മളെല്ലാം പറഞ്ഞ ഈ കാലത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നതാണ്. മുമ്പ് പറഞ്ഞ പോലെ പരമ്പരാഗത വ്യവസായത്തെ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാവട്ടെ, കർഷക തൊഴിലാളികളാവട്ടെ, കർഷകരാവട്ടെ, അതുപോലെ തന്നെ പുതിയ കാലത്തിൻ്റെ പ്രത്യാശകളെ പേറുന്ന യുവതലമുറയാകട്ടെ, ഇവരെ എല്ലാവരെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മുൻപുണ്ടായിരുന്ന ഏത് കാലത്തേക്കാളും അധികം രാഷ്ട്രീയമായി CPIM-നും ആ പാർട്ടി നയിക്കുന്ന മുന്നണിക്കും മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നവകേരളമോ അതൊക്കെ വെറും പറച്ചിലല്ലേ, ഇതൊക്കെ എത്ര കേട്ടതാണെന്ന് പറയുമ്പോൾ ആ നവകേരളം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാക്കുമെന്നും ഈ പറയുകയും അതിൻ്റെ പാർട്ടി കാഴ്ചപ്പാട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ രൂപീകരിച്ച് തുടർച്ചയായി അതിൻ്റെ നടപടികളിലൂടെ സർക്കാർ പോയി നമ്മൾക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ കേരളത്തെ മാറ്റിത്തീർത്ത് പ്രളയമൊക്കെ കടന്നൊരു നാടിൻ്റെ, ഒരു മഹാപ്രളയം കടന്ന നാടിൻ്റെ ഒരു പാടുപോലും അവശേഷിപ്പിക്കാതെ കേരളത്തെ അതിവേഗം തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കി അങ്ങനെ അതിനൊരു പാർട്ടി കാഴ്ചപ്പാട്, അതും പാർട്ടി കാഴ്ചപ്പാടിലൂടെയാണ്. അത് പാർട്ടി വേറെ, ഭരണം വേറെ, നയം വികസനം വേറെ എന്നുള്ളതല്ല. അങ്ങനെ പോയി അത് മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ച് അവിടെ നിന്ന് ആ പൂർത്തീകരണവും അക്കാര്യങ്ങളും അതേ മുഖ്യമന്ത്രി തന്നെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ പാർട്ടി കാഴ്ചപ്പാട് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും എങ്ങനെ വേണം എന്ന് കൊല്ലം ചരിത്രത്തിൽ എഴുതാൻ പോവുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന നമ്മുടെ ഒരു രാഷ്ട്രീയ സംവിധാനം ഏത്
എന്ന ചോദ്യത്തിന് നിസ്സംശയം രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്ന പേരാണ് CPIM. ആ നിലയിൽ രാഷ്ട്രീയമായി CPIMൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തിന് ചരിത്രപരമായ രാഷ്ട്രീയമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. എല്ലാവരും വളരെ ഗംഭീരമായി രാവിലെ സുപ്രഭാതം കൈരളി ടീം എന്ന് പറഞ്ഞൊക്കെ എല്ലാവരും സജീവമായി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. നവകേരള മാർഗരേഖ രാജ്യത്തിൻ്റെ ജനകീയ പുരോഗതിക്ക് ആ രീതിയിൽ ആളുകൾ എടുക്കുന്നു എന്നുള്ളതാണ്, ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു കേവലം ചടങ്ങല്ല എന്നും തുടർച്ചയായി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന് മുന്നോട്ട് നമുക്ക് കേരളത്തിന്റെ വികസനവും ഈ ജനക്ഷേമ പ്രവർത്തനത്തിനൊക്കെ തുടക്കമിട്ടത് ആ ഒരു സർക്കാരാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായി 56 തൃശ്ശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ടൊരു നയരേഖ പുറത്തിറക്കേണ്ടത്, അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പ്രവർത്തനം നടന്നത്. കഴിഞ്ഞ തവണ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖ അവതരിപ്പിച്ചത്. അത് ഒരു ദിവസം മുഴുവൻ സമ്മേളന പദ്ധതികൾ ചർച്ച ചെയ്യുന്നു. അതിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ LDF സർക്കാരിൻ്റെ തന്നെ തീരുമാനങ്ങളായി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഘട്ടത്തിൽ ശരത്തേട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു സമാനതകളില്ലാത്ത വിധത്തിൽ അടിച്ചമർത്തുന്നൊരു സാഹചര്യം, സാമ്പത്തിക അടിച്ചമർത്തം നടത്തുന്നു. ആ ഘട്ടത്തിൽ പോലും ഒരു ബദൽ വികസന കാഴ്ചപ്പാട്, ജനക്ഷേമകരമായ ക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടല്ലേ ഇപ്പം ശശി തരൂർ തന്നെ പറയുകയാണ് കേരളത്തിന്റെ മാതൃകയെക്കുറിച്ച്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുകയാണ് തുടർ ഭരണം ഉണ്ടാകുമെന്നൊക്കെ. അപ്പൊ ആ ഘട്ടത്തിൽ ഇനിയുള്ള മാഷ് പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. തുടർ ഭരണത്തെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളത് കോൺഗ്രസ്സുകാർക്കാണ്. ഒന്ന് ശശി തരൂരിന്, രണ്ട് മുല്ലപ്പള്ളിക്ക്, പിന്നെയുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ. അങ്ങനെയൊന്നും പറയരുത്. മുല്ലപ്പള്ളി തിരുത്തി എന്ന് ഉടനെ പറയും. എനിക്കൊരു നാവുപിഴ വന്നു അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ അല്ല, പുള്ളിയുടെ ഡാറ്റ ഉണ്ട്. ഡാറ്റ ഉള്ളിടത്തോളം ഡാറ്റ പ്രശ്നമാണ്. അപ്പോൾ ഡാറ്റ ഇല്ലാത്തവരാണോ മറ്റു നേതാക്കൾ എന്നൊരു പ്രശ്നമുണ്ട്. നാട്ടുകാരുടെ കയ്യിൽ നല്ല ഡാറ്റയുണ്ട്. കാരണം അവരുടെ ഡാറ്റ എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ്, കൺമുമ്പിൽ മാറുന്ന കേരളം. തീർച്ചയായും അതുതന്നെയാണ് ഇവിടെയുള്ള നമ്മുടെ സാധാരണക്കാരായ ആളുകൾ. ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് ഞാൻ അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. അതായത് ഇതൊരു കേവലം ഒരു ചടങ്ങും ആളെ കൂട്ടുന്ന പരിപാടിയും അല്ലല്ലോ. അതായത് ലോകത്ത് തന്നെ ഒരുപക്ഷെ ഇത്രയും അധികം ജനാധിപത്യപരമായി അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു പാർട്ടി, അതോടൊപ്പം തന്നെ നയരൂപീകരണത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ, അതായത് പാർട്ടിയുടെ അടിസ്ഥാന ഘടകത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടി, അതിൻ്റെ നയരേഖ ഉൾപ്പെടെ കരട് രാഷ്ട്രീയ പ്രമേയം ഉൾപ്പെടെ പ്രസിദ്ധപ്പെടുത്തിയ ആളുകളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊണ്ട് അതിൽ മാറ്റം വരുത്തി അവതരിപ്പിക്കുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിലെ പാർട്ടിയുടെ ശക്തി ദൗർബല്യങ്ങളെല്ലാം തന്നെ മുടിയിഴകീറി പരിശോധിക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ്. അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതോടൊപ്പം തന്നെ കേരളത്തിനെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ ഒരു വികസന നയരേഖ അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടി ഈ സമ്മേളനത്തിനുണ്ട്. അതേ ഗൗരവത്തിൽ തന്നെയാണ് കേരളം. ഇനിയൊരു പക്ഷേ രാഷ്ട്രീയ എതിരാളികളെല്ലാം സമ്മേളനത്തെ പലതരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ CPMന്റെ സമ്മേളനത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യം വളരെ കൃത്യമായി അറിയാം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും നമ്മളെ ഈ സമയത്ത് അടയാളപ്പെടുത്തുന്നത്. കാരണം മറ്റു പാർട്ടികൾക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചകൾ മാത്രമല്ല, വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങൾ. കഴിഞ്ഞ 3 വർഷം പാർട്ടിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ, ഇനി വരുന്ന കാലത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും. ഈ കാണുന്നതൊക്കെയാണ്, ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ അയ്യപ്പദേവിനെ കാണാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. അയ്യപ്പദേവിനെ കാണാൻ പറ്റില്ല, പക്ഷേ അയ്യപ്പദേവ് തരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അയ്യപ്പദേവാണ് ഇതിന്റെ ആകാശ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരുടെ മുൻപിലേക്ക് വരും. പക്ഷേ അപ്പോൾ ഏതായാലും പിന്നെ എല്ലാവരും വിനിഷയെ അനുസ്മരിക്കുന്നുണ്ട്. വിനിഷ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഇടവേള എന്ന് കൂടെ ചേർത്താണത് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ സമ്മിറ്റിന് പോയപ്പോൾ എന്നെ കൊണ്ടുപോയില്ല, കൊച്ചിയിൽ കൊണ്ടുപോയില്ല. പക്ഷേ അന്ന് എവിടെയായിരുന്നു? ഓഫീസിലുണ്ടായിരുന്നു അന്ന്. ഉത്തരം പറയണം. ഞങ്ങളെ പണിയെടുപ്പിക്കാൻ നമ്മളൊക്കെ റോഡിലിറങ്ങി അന്ന് പണിയെടുക്കുകയായിരുന്നു. ഈ ചേട്ടൻ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ സ്റ്റുഡിയോയിലിരുന്ന് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും നേരിട്ടൊരു സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത് ഇതാദ്യമായിട്ടാണ്. അതിനൊരു ആവേശം കൂടി പങ്കുവയ്ക്കാൻ നമ്മളിവിടെ കാണുന്ന ആവേശം പ്രേക്ഷകരിലേക്ക് അതുപോലെ എത്തിക്കുന്നു. ശരിയായ കാര്യങ്ങൾ അറിയാനുള്ള ഒരു വേദിയും അവസരവുമായി കൈരളി ന്യൂസ് മാറുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കൈരളി ന്യൂസിനൊപ്പം തന്നെ മുന്നോട്ട് പോവുക. ഈ സമ്മേളനത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ കൊല്ലത്ത് നിന്ന് കൈരളി വാർത്താ സംഘമുണ്ട്.